സമരത്തിൽ പങ്കെടുത്താണോ? അവർക്ക് വേണ്ടിയാണോ? ഒരിക്കലുമല്ല. 800-ൽ പരം ആളുകൾ വയലാറിൽ ഒക്ടോബർ മാസം 26-ാം തീയതി ഒരുമിച്ച് ആ CPയുടെ പട്ടാളത്തിന് മുമ്പിൽ പോയി അവർ ജീവൻ കൊടുക്കുമ്പം അവർക്കറിയില്ലേ ബോംബ് വെടികൊണ്ടാ മരിക്കുന്നു? അറിയാം. എന്തിനു വേണ്ടി പോരാടി? ഒരു സമൂഹത്തിന് വേണ്ടി. അപ്പൊ മനുഷ്യന് വളരെ പ്രധാനമായ കാര്യം എന്താ? നമ്മൾ എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന ബോധം അവനെ ആദ്യം നയിക്കണം. നാം എന്തിനു ജീവിക്കുന്നു എന്ന ബോധം ആദ്യം നയിക്കണം. ഇനി ഇന്ത്യയിലേക്ക് വരാം. അദ്ദേഹം പറഞ്ഞതുപോലെ ഇന്ത്യയിൽ നമ്മുടെ പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ത്യയിൽ ഇത്രത്തോളം വളർന്നില്ല. നമ്മൾ ഇന്ത്യയിൽ രണ്ടാമത്തെ രാഷ്ട്രീയ പാർട്ടിയാണ്. ആദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1885 രണ്ടാമത്തെ പാർട്ടിയാണ് നമ്മൾ. പക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് നമ്മൾ ഇത്ര വൈവിധ്യത്തോടെ വന്നില്ല എന്ന് ചോദിച്ചാൽ അതിന് പല കാരണങ്ങളുണ്ട്. താങ്കൾ പറഞ്ഞൊരു കാര്യം ഞാൻ പ്രസക്തമായി കാണുന്നു, ജാതി. മറ്റൊരു കാര്യം, ഓരോ പ്രദേശത്തെയും ജീവിതം മാത്രമല്ല, ഇന്ത്യൻ ജനങ്ങളിൽ അന്തർലീനമായി കിടക്കുന്ന ഒരു സത്യമുണ്ട്. ആ സത്യം നമ്മൾ വിസ്മരിക്കരുതല്ലോ. ഇന്ത്യൻ ജനങ്ങളിൽ മഹാഭൂരിപക്ഷം ആളുകളും അറിഞ്ഞോ അറിയാതെയോ ദൈവവിശ്വാസികളാണ്. ആ വിശ്വാസം നമ്മൾ ഒരു ദിവസം ഇല്ലാതാക്കാൻ കഴിയില്ല. ആ വിശ്വാസമാണ് ഇന്ത്യൻ ജനങ്ങളെ നയിക്കുന്നത്. ആ വിശ്വാസമാണ് അവരുടെ മനസ്സിലെല്ലാം ഉള്ളത്. അത് ശരിക്കും ആദ്യമായി കണ്ടറിഞ്ഞ ഒരു നേതാവാണ് മഹാത്മാഗാന്ധി. ഗാന്ധി ബാരിസ്റ്റർ ഉദ്യോഗത്തിൽ നിന്ന് വന്ന് ഇന്ത്യയിൽ വന്നപ്പം അദ്ദേഹം ഇന്ത്യയുടെ എല്ലാ ഗ്രാമങ്ങളിലും സഞ്ചരിച്ചല്ലോ. ആ സഞ്ചാരത്തിനിടയ്ക്ക് അദ്ദേഹം പറഞ്ഞു, എല്ലായിടെയും ചെന്നപ്പം ഞാൻ കണ്ടു മനുഷ്യരെന്ന് പറയാൻ പറ്റുമോ? അവർക്ക് വെള്ളം കിട്ടുന്നില്ല, ഭക്ഷണമില്ല, ഉടുപ്പില്ല, കിടക്കാനിടവില്ല. അവർക്ക് ജീവിക്കുന്നു എന്ന് ഒഴിച്ച് മൃഗങ്ങളും മനുഷ്യരും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. മൃഗങ്ങൾക്ക് 4 കാല്, മനുഷ്യന് 2 കാല്. അവനാണെങ്കിൽ മാടിനെ പോലെ പണിയെടുക്കുന്നു. അവനെന്താ ജീവിതത്തിലുള്ളത്? ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് ആ മനുഷ്യനെ ഞാൻ എല്ലാം നോക്കിയപ്പം അക്ഷരം അറിയില്ലല്ലോ. നമ്മുടെ മലയാള കവി പാടിയത് അക്ഷരം എന്തെന്നറിയില്ല ചാത്തന് യക്ഷിയും പേയും ഇവർക്ക് ദൈവം. എന്നാൽ അവിടെ അക്ഷരം അറിയേയില്ല. പക്ഷെ ഒരു കാര്യമാണ്, ആ വീടുകളിൽ ഞാൻ സന്ധ്യാനേരത്ത് പോയപ്പം ഒരു കാര്യം കണ്ടു. എല്ലാ വീടുകളിലും വിളക്ക് വെച്ചുകൊണ്ട് രാമനാമം ജപിക്കുന്നു. ഇന്ത്യൻ മനസ്സ് രാമന്റെ പേരുമായി ബന്ധപ്പെട്ടതാണെന്ന് ഗാന്ധി ശരിക്കും ഉൾക്കൊണ്ടു. ഗാന്ധി എന്തിനാ രാമരാജ്യം പറഞ്ഞത്? രാമരാജ്യം എന്ന് പറയുന്നത് എന്താ? ഒരു കണക്കിൽ രാമരാജ്യം പറഞ്ഞാൽ ഞങ്ങളൊക്കെ പറയുന്ന കമ്മ്യൂണിസവും രാമരാജ്യം ഒന്നാ. ജനഹിതമനുസരിച്ച് ഭരിക്കുന്ന ഭരണാധികാരി, ജനഹിതമനുസരിച്ച് ജനങ്ങളുടെ താല്പര്യമനുസരിച്ച് ഭരിക്കുന്ന ഭരണാധികാരി. ആ ഭരണാധികാരിയാണല്ലോ നമുക്ക് വേണ്ടത്. നമ്മളെ ജനങ്ങളെ അടിമകളെപ്പോലെ പോറ്റുന്ന ഭരണാധികാരിയാണോ വേണ്ടത്? ജനങ്ങളെ അടിച്ചമർത്തുന്ന ഭരണാധികാരിയാണോ വേണ്ടത്? അല്ല. മഹാത്മാഗാന്ധി പറഞ്ഞു, ഇന്ത്യ എന്ന ഈ രാജ്യത്തിന് യോജിച്ചു പോകാൻ പറ്റുന്ന മുദ്രാവാക്യം അത് എന്താ? രാമരാജ്യം. രാമരാജ്യം എന്ന് പറഞ്ഞാൽ രാമൻ, എൻ്റെ രാമൻ, ഞാൻ ഹിന്ദുവാണ്. എൻ്റെ രാമൻ മാത്രമല്ല, രാമൻ ഇസ്ലാമാണ്, ക്രൈസ്തവനാണ്, സിഖാണ്, എല്ലാം രാമനാ. രാമൻ എന്ന് പറയുന്ന ഒരു പ്രതീകമാണ്. ദൈവത്തിൻ്റെ നാമത്തിൽ നമ്മുടെ രാജ്യത്തിൽ മഹാഭൂരിപക്ഷം ആളുകൾ മരിക്കുമ്പോൾ നമ്മുടെ പ്രസ്ഥാനത്തെക്കുറിച്ച് ആദ്യമൊരു ധാരണയുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇത് നിരീശ്വരവാദികളുടെ പ്രസ്ഥാനമാണ്. ഇത് നിരീശ്വരവാദികളുടെ പ്രസ്ഥാനമാണ്. എൻ്റെ നാട്ടിൽ എനിക്ക് ഓർമ്മയുണ്ട്, അന്നൊക്കെ പലരും പറഞ്ഞെന്ന് പറഞ്ഞാൽ, എടാ ഈ പാർട്ടി പോരുത്, ഈ പാർട്ടി ദൈവമില്ലാത്ത പാർട്ടിയാ, ഈ പാർട്ടി കുടുംബത്തെ പോലും നേരെ കാണാത്ത പാർട്ടിയാ, ആ പാർട്ടി പോകരുത്. എന്തൊരു പ്രചരണമായിരുന്നു! 1848 കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വന്നപ്പം ലോകത്തിലാകമാനമുള്ള മുതലാളിമാരും മുതലാളിത്ത ജികകളും ലോകത്തോട് വിളിച്ചു പറഞ്ഞതായിരുന്നു, ഇവനെ സൂക്ഷിക്കുക. പഴയകാലത്ത് കംസ മഹാരാജാവ് സഹോദരിയെ കല്യാണം കഴിച്ച് ആർഭാടപൂർവ്വം പോകുമ്പോൾ കംസന്റെ ജീവിൽ ഒരു അശരീരുണ്ട്. എടാ കംസ, നിന്റെ സഹോദരിയുടെ വയറ്റ് പറക്കുന്ന 8ാമത്തെ കുഞ്ഞിന്റെ കഥ കഴിക്കുമെന്ന്. അതുപോലെ ലോകത്തിൽ മുതലാളിത്തത്തിന്, സാമ്രാജ്യത്വത്തിന്, മുതലാളിത്തത്തിന്റെ വലിയ രൂപമാണല്ലോ സാമ്രാജ്യത്വം, അവരെ മുമ്പിൽ ഒരു വെല്ലുവിളിയാ. എന്താ? ആ വെല്ലുവിളിയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് ഐഡിയോളജി. മാർക്സ് അന്ന് തന്നെ പറഞ്ഞു, ഇത് അവസാന വാക്കല്ല.
നമ്മൾ ചിലർ പറയും, മാർക്സത്തിലെ ചില വാക്കുകൾ കോട്ട് ചെയ്തിട്ട് പറയും ഇതാണ് അവസാനം. നോ, അങ്ങനെ പറഞ്ഞോ സർ? മാർക്സ് ഒരിക്കലും പറഞ്ഞിട്ടില്ല. മാർക്സ് പറഞ്ഞ അവസാന വാക്കല്ല. ലോകത്തിലെ സാഹചര്യങ്ങൾ മാറി മാറി വരും. മാത്രമല്ല നമ്മുടെ ജീവിത രീതികൾ ഒരുപാട് മാറും. അതിനോടൊപ്പം തന്നെ നമ്മൾ ജീവിക്കുമ്പം നമ്മൾ ആസ്പദമാക്കുന്ന യന്ത്രവൽകൃത ലോകത്ത് യന്ത്രങ്ങളുടെ സ്ഥിതിയും ഒരുപാട് മാറി വരും. ആ മാറ്റങ്ങളെല്ലാം ചേർത്തുകൊണ്ട് ഇതിനെ പൂർണ്ണമാക്കണമെന്ന് മാർക്സാ പറഞ്ഞത്. നമ്മളതിനൊട്ടുമില്ല. അതിന്റെ അർത്ഥം എന്താ? വരട്ട് തത്വവാദ. അത് വരട്ട് തത്വവാദ അല്ലേ? വരട്ട് തത്വവാദ അല്ല. നമ്മൾ മാറുന്ന ലോകത്തെ കാണും. ഇപ്പൊ നിങ്ങൾ കാണുക, ലോകത്തിൽ എന്താ ഇപ്പൊ സ്ഥിതി? ലോകത്തിലോ ഞാനൊരു സംഭവം പറഞ്ഞേക്കാം. ഇന്ത്യയിലെ കാര്യം പറയാപ്പ. ഞാൻ ഒരു പാർലമെന്റിൽ ഇപ്പം മത്സരിച്ചല്ലേ. ഒരു പാർലമെന്റ് സ്ഥാനാർത്ഥിക്ക് പാർലമെന്റിൽ മത്സരിക്കാൻ വേണ്ടി എത്ര കാശാണ് ഓഫീസിൽ ചെലവാക്കാൻ? 85 ലക്ഷം. അതും സ്വന്തം പേരിലാണ് കേട്ടോ. സ്വന്തം പേരിൽ അക്കൗണ്ട്, പുതിയ അക്കൗണ്ട് തുടങ്ങണം. പഴയ അക്കൗണ്ട് പറ്റില്ല. ആ അക്കൗണ്ട് നാം വരവും ചെലവും. അതിൽ കൂടുതൽ കാശുണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ നമ്മളെ പിടിച്ചുകൊണ്ടുപോകും. ഒരു ദിവസം ഞാൻ ഈ സഞ്ചരിക്കുന്ന അവസരത്തിൽ എൻ്റെ വണ്ടി തടഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ. വണ്ടി തടഞ്ഞ്, ഓ സാറ് പോയിക്കോ. ഞാൻ പറഞ്ഞത് എന്താപ്പാ? എല്ലാം ഒന്ന് പൈസ എൻ്റെ ഉണ്ടോ എന്ന് പരിശോധിക്കാനാ. ഞാൻ പറഞ്ഞത് എല്ലാ പണം ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്, വോട്ടർമാർക്ക് കൊടുക്കാൻ ഒരു ഇതുണ്ട്, സാറായതുകൊണ്ട് സാറ് പോയിക്കോന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനാർത്ഥിയുടെ ആളോ പോകുമ്പം വണ്ടി ഉണ്ടെങ്കിൽ ആ വണ്ടീൻ്റെ അകത്തുള്ള കാശ് പിടിച്ചെടുക്കും. അനധികൃത കാശാന്ന് പറയും. കാരണം എന്താ? അതേ വകുപ്പുള്ളൂ. എന്നാൽ ഇന്ത്യയിൽ നിങ്ങൾ കണ്ടല്ലോ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇലക്ടോറൽ ബോണ്ട്. എന്താ ഇലക്ടോറൽ ബോണ്ട് എന്ന് പറയുന്നത്? ഒരു മുതലാളി ഒരു 10,000 കോടി കൊണ്ടുപോയി ഒരു ബാങ്കിൽ നിക്ഷേപിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുക്കാനാ. അവര് ഓതറൈസേഷൻ ലെറ്റർ കൊണ്ടുവന്നാൽ സംഭാവന കൊടുത്തോളൂ എന്ന് പറയും. ഒരു രാഷ്ട്രീയ പാർട്ടി പോകുന്നു, അവർക്ക് 1000 കോടി അവനൊരു കൂപ്പൺ കൊടുക്കുന്നു. മുതലാളിയുടെ അടുത്ത് കാശ് വാങ്ങി വരുന്നത്. കാശ് വാങ്ങി വരുമ്പം പോലീസ് പിടിച്ചാൽ എന്താ പറയാ? ബാങ്കിൽ നിന്ന് കൊണ്ടുവരിക. എന്ത്? ഇലക്ടോറൽ ബോണ്ട്. പിടിക്കാൻ പറ്റുമോ? ഇല്ല. നിയമം അനുസരിച്ച് അത്ര പറ്റുമോ? ഇല്ല. നിയമം അനുസരിച്ച് എങ്ങനെയാ? നിയമം അനുസരിച്ച് ഒരു 5 ലക്ഷം റുപ്യ 1 ലക്ഷം റുപ്യ കൂടുതലുണ്ടെങ്കിലും അപ്പൊ പിടിച്ചു വെക്കും. ബൂർഷാസി അവന്റെ ആവനാഴിയിലെ എല്ലാ ആയുധങ്ങളും എല്ലാ അനധികൃതമായ അവന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അവൻ ഏതെല്ലാം വഴിയിൽ കൊണ്ടുപോകാം അത് നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കുമെന്ന് പൂർണ്ണ ബോധ്യമുള്ള നമ്മൾ. അതുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പം മാർക്സത്തിലേക്കുള്ള ഇന്ത്യൻ വഴി എന്ന് പറയുമ്പോൾ നമ്മുടെ ജനങ്ങൾക്ക് ഒരു പുതിയ ജീവിതം, ആ ജീവിതമാണ് ജനങ്ങൾ അനിവാര്യമായി കാണുന്നത്. നമ്മുടെ രാജ്യത്ത് ഇപ്പം ഇപ്പോഴത്തെ പുതിയ കണക്കനുസരിച്ച് കോടാനുകോടി മനുഷ്യർ പട്ടിണിക്കാരാ. അത്രയും മനുഷ്യർ ഇപ്പം ജോലിയില്ലാത്ത ആളുകളാണ്. ഈ ജോലിയില്ലാത്ത മനുഷ്യരും കോടാനുകോടി പട്ടിണിക്കാരും വീടില്ലാത്ത മനുഷ്യരും എല്ലാമുള്ള ഇന്ത്യ മഹാരാജ്യം, നമ്മൾ വലിയ അഭിമാനത്തോടെ പറയുന്ന രാജ്യത്ത്, ഈ രാജ്യത്ത് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ സുഹൃത്തുക്കളെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യാം. പക്ഷെ ഒരു കാര്യ, മാർക്സ് പറഞ്ഞ കാര്യം ഓർക്കണം. ഇവിടെ നമ്മളെ മനുഷ്യന് മാനമായി ജീവിക്കാനുള്ള അവകാശം നമുക്ക് ജന്മസിദ്ധമായി ലഭിച്ച അവകാശമാണ്. ആ അവകാശം ഇവിടെ പണത്തിന്റെ ആർത്തിയുള്ളവർ ചേർന്നുകൊണ്ട് അവർ മുഴുവൻ കവർന്നെടുക്കുന്നു. അതാണ് ലോകം. ആ ലോകത്തിൽ ഇന്ത്യ എന്ന രാജ്യത്ത് ഇപ്പൊ അദ്ദേഹം നേരത്തെ പറഞ്ഞു, നമ്മളിത് 1920 താഷ്കണ്ടിൽ ഉണ്ടാക്കി, 25-ാം തീയതി ഇന്ത്യയിൽ ഉണ്ടാക്കി. അതാ കോൺപൂരിൽ വെച്ച് ഇന്ത്യ ഏകീകരിച്ചുണ്ടായത്. അത് പിന്നെ നമ്മൾ 2 പാർട്ടിയായി തർക്കം വന്നപ്പം 2 പാർട്ടിയായി പിരിഞ്ഞല്ലോ. ആ പിരിഞ്ഞത് വലിയൊരു ദുര്യോഗമായിരുന്നു. 2 പാർട്ടികളായത് എന്തൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും പറഞ്ഞു പരിഹരിക്കാവുന്ന കാര്യമാണ്. 2 പാർട്ടികളായത് ദുര്യോഗമായിരുന്നു. അങ്ങനെ ഒരു ദുര്യോഗം ഇല്ലായിരുന്നുവെങ്കിൽ ആയിരിക്കല്ല ഇന്ത്യ എന്ന് പലരും വിശ്വസിക്കുന്നുണ്ട്. അവർ ഞാൻ കുറ്റം പറയില്ല. കാരണം ഇന്ത്യയിൽ അത്രമാത്രം വളർന്നു വരികയായിരുന്നു. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഞാൻ ഓർക്കുക, 57 അധികാരത്തിൽ വന്ന് ആദ്യത്തെ ഗവൺമെന്റ്, ആ ഗവൺമെന്റ് വന്നപ്പോൾ EMS 60 ലേഖനത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, ഈ ഗവൺമെന്റ് വരുന്നതിന് മുമ്പ് നാട്ടിൽ ജനങ്ങളുടെ ധാരണ എന്താ? ഈ കമ്മ്യൂണിസ്റ്റുകാരൻ പോരാളിയാണ്, സമരം ചെയ്യുന്നവനാണ്, വെടികൊണ്ട് മരിക്കുന്നവനാണ്, ജയിലിൽ പോകാൻ ഒരു മടിയില്ലാത്തവനാണ്, എന്തിനു തയ്യാറാ. പക്ഷെ അവനെ ഭരിക്കാൻ അറിയോ? ഇല്ല. ഭരിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ എപ്പോഴും ഭരിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് ഭരിക്കാൻ അറിയില്ല എന്ന് ധരിച്ച ആ മനുഷ്യർക്ക് കമ്മ്യൂണിസ്റ്റുകാർ സമരം ചെയ്യാനും പോരാടാനും ജയിലിൽ പോകാനും ദുരിതമനുഭവിക്കാനും വെടികൊണ്ട് മരിക്കാനും ഭരിക്കാനും അറിയാമെന്ന് തെളിയിച്ചു കൊടുത്തോ? അതാണ് 57 ഗവൺമെന്റ് എന്ന് സഖാബ് EMS പറഞ്ഞിട്ടുണ്ട്. അത് വളരെ കറക്റ്റാ. അനുഭവമാണ് ഗുരുനാഥൻ. മനുഷ്യർക്ക്
ഇന്ത്യൻ മനുഷ്യർക്ക് അനുഭവപാഠം വേണം. അതിനനുസരിച്ചൊരു സാഹചര്യം വരുന്നു എന്ന ഒരു നേരിയ പ്രതീക്ഷ ഇന്ത്യയിലുണ്ടെന്ന് ഞാൻ പറഞ്ഞു വെക്കുക. ഇനി വരുമ്പോൾ ബാക്കി കാര്യം പറയാം.